പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി വീണ്ടും ശശി തരൂർ രാംനാഥ് ഗോയങ്ക അനുസ്മരണ പ്രസംഗത്തെ അനുമോദിച്ച് തരൂർ എക്സിൽ പോസ്റ്റ് ഇടുകയായിരുന്നു. വികസനത്തിലേക്ക് രാജ്യത്തെ വിളിച്ചുണർത്തുന്നതാണ് പ്രസംഗമെന്നാണ് തരൂരിന്റെ പ്രശംസ. പി ബസന്ത് തരൂരിന്റെ മോദി സ്തുതി അത് വലിയ തോതിൽ കോൺഗ്രസിനുള്ളിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ രാംനാഥ് ഗോയങ്ക അനുസ്മരണ പ്രസംഗത്തെ അനുമോദിക്കുന്നത് തരൂർ ഏത് തരത്തിലാണ്? ഇന്നലെയാണ് ഡൽഹിയിൽ രാംനാഥ് ഗോയങ്ക ലെക്ചർ നടന്നത്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തെ അനുമോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ശശി തരൂർ 4 ഖണ്ഡിക എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രസംഗം ആവർത്തിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ പുകഴ്ത്തുന്നതാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വലിയ തോതിൽ രാജ്യത്തെ സാമ്പത്തിക വീക്ഷണത്തെക്കുറിച്ചും ഒക്കെ പ്രധാനമന്ത്രി പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല സാംസ്കാരിക തലത്തിലുള്ള നടപടികൾ എടുക്കുന്നു എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്ക് അസുഖമായിട്ട് പോലും ഞാനിതിൽ പങ്കെടുത്തതിൽ സന്തോഷിക്കുന്നു എന്നാണ് ഇത് ഈ 4 ഖണ്ഡിക അവസാനിപ്പിച്ചുകൊണ്ട് ശശി തരൂർ ഈ പ്രധാനമന്ത്രിയുടെ സ്തുതി അവസാനിപ്പിക്കുന്നത്. അതേസമയം ഈ ഇംഗ്ലീഷിനെതിരെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാന പ്രസംഗം. അതായത് മക്കളെ നടത്തിയ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ രാജ്യത്തെ അടിമരാജ്യമാക്കി മാറ്റി എന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം. പക്ഷേ രാംനാഥ് ഗോയങ്ക ഇംഗ്ലീഷ് ഉപയോഗിച്ചാണ് ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് എന്ന് പറയാൻ പ്രധാനമന്ത്രി മറന്നു എന്നുള്ളൊരു വാക്കൊഴിച്ചാൽ ബാക്കിയെല്ലാത്തിന്റെ പ്രധാനമന്ത്രിയെ സ്തുതിക്കുന്ന തരത്തിലുള്ള തരൂരിന്റെ അഭിപ്രായങ്ങളാണ്. വികസനത്തിലേക്ക് വിളിച്ചുണർത്തുന്നു തുടങ്ങിയ പരാമർശങ്ങൾ ഉണ്ടാകുന്നു. ശശി തരൂർ വീണ്ടും നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയാണ്. രാംനാഥ് ഗോയങ്ക അനുസ്മരണ പ്രസംഗത്തെ അനുമോദിച്ചുകൊണ്ടാണ് എക്സിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വികസനത്തിലേക്ക് രാജ്യത്തെ വിളിച്ചുണർത്തുന്നതാണ് പ്രസംഗമെന്നാണ് തരൂരിന്റെ നിലപാട്. വീണ്ടും തരൂരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിലും പുറത്തും സജീവമാകാനുള്ള വഴിവെക്കുന്നതാണ് ഈ പ്രതികരണം.